നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ വിലപ്പെട്ട ആയുധം. അതായത് ആയുധം ഉപയോഗിക്കാൻ പറ്റും. ഉടനെ ഉപയോഗിക്കാൻ പറ്റണതും കുറെ കഴിഞ്ഞ് ഉപയോഗിക്കാൻ പറ്റണതും മൂർച്ച കൂട്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റണതും പലതരത്തിലുണ്ടല്ലോ. നന്ദൻ സുദേവൻ എന്ന രണ്ട് സുഹൃത്തുക്കൾ, അവർ സുഹൃത്തുക്കളായതെന്ന് രണ്ട് പേരും പട്ടാളക്കാരാണ് കേട്ടോ. അവരുടെ കയ്യിൽ പട്ടാരക്കാരാണെങ്കിൽ അവരിങ്ങനെ റോന്ത് ചുറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കയ്യിലപ്പോൾ ആയുധങ്ങളൊന്നും തന്നെ ഇല്ല. അവർ കാഴ്ചകൾ അവർക്ക് ഇങ്ങനെ വിളിച്ച് പറയുകയോ വേണ്ടു. എന്താണ് കാഴ്ച കണ്ടതെന്ന് വെച്ചാൽ ഒരു റൗണ്ട് അറ്റം വരെ നടക്കുക, അപ്പോൾ അവിടുന്ന് രണ്ടാളും ഇങ്ങോട്ട് നടക്കും, അങ്ങനെയാണ്. അപ്പം ശത്രുക്കളുടെ സാന്നിധ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് മേലുദ്യോഗസ്ഥരെ അറിയിക്കണം, അതാണ് നിയമം. അപ്പോൾ രണ്ടുപേരും യൂണിഫോമൊക്കെ ഇട്ടിട്ട് നടക്കുകയാണ് കേട്ടോ. കവാത്ത് നടക്കുക എന്നൊക്കെ പറയുക, റോന്ത് ചുറ്റുക അങ്ങനെയൊക്കെ പറയും. അങ്ങനെ നന്ദനും സുദേവനും രണ്ടുപേരും നല്ല സമർത്ഥരായ പട്ടാളക്കാരാണെന്ന് കരുതിയിട്ടാണ് രാജ്യത്തിൻ്റെ അതിർത്തിയിൽ, അങ്ങേവശം ശത്രു രാജ്യമാണ് കേട്ടോ, അതിർത്തി കഴിഞ്ഞ് ചുമ്മാ ഒരു കമ്പിവേലി കെട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഒരു പർവ്വതത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഇവർ റോന്ത് ചുറ്റണേ. അപ്പോൾ അടുത്ത രാജ്യക്കാർ നമ്മളെ ആക്രമിക്കാൻ വരുന്നത് തൊട്ടപ്പുറത്തുള്ള മലയുടെ താഴ്വാരത്തിലൂടെ മേലോട്ട് കയറി വന്നിട്ടാണ്. ഇവരിങ്ങനെ റോന്ത് ചുറ്റിക്കൊണ്ട് ഇരിക്കുമ്പോൾ നന്ദൻ പ്രത്യേകമുണ്ട്, ചങ്ങാതി ഇതാ കണ്ടോ എന്ന് പറഞ്ഞു ചോദിച്ചു. എന്തത് നോക്കിയപ്പോൾ എന്താ, മല കയറി ശത്രു രാജ്യത്തെ ഭടന്മാർ ഇങ്ങോട്ട് വരികയാണ്. ആ സമയത്താണ് ഇവരുടെ കയ്യിൽ ഒരായുധങ്ങളൊട്ടും ഇല്ലേനും. ആരോടാ വിളിച്ച് പോകാൻ പറ്റണത്? എന്തു ചെയ്യും? ഇവർ രണ്ടുപേരും വിചാരിച്ച ഇത്ര വലിയൊരു സൈന്യത്തെ നേരിടാനായിട്ടാവോ? അപ്പോൾ അയ്യോ ചങ്ങാതി. അപ്പോൾ ഉടൻ തന്നെ സുദേവൻ പറഞ്ഞു, നമ്മുടെ കയ്യിലിപ്പോൾ ആയുധങ്ങളൊന്നുമില്ലല്ലോ, നീ ഇവിടെ നിൽക്കുക, അവരെയൊക്കെ തടുത്തോ. ഞാൻ അടുത്ത നമ്മൾ ആയുധം സൂക്ഷിച്ച് വയ്ക്കണ ആയുധപ്പുരയുണ്ടല്ലോ നമ്മുടെ, അവിടെ ധാരാളം മറ്റ് ജവാന്മാരും ഉണ്ട്, അപ്പോൾ അവരോടും ഒക്കെ ആയുധമൊക്കെ കൊണ്ട് ഇപ്പം എടുത്തുകൊണ്ട് വരാം എന്ന് തന്നെ പറഞ്ഞു സുദേവൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും നന്ദൻ പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, നീ എങ്ങും പോണ്ട, അവിടെ തന്നെ നിന്ന്, ആയുധമൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. നിൻ്റെ കയ്യിൽ ആയുധം എവിടെ? ഞാൻ നോക്കിയിട്ടൊന്നും കാണാനില്ല, നീ ഇപ്പം കണ്ടോ എന്ന് പറയില്ല, ഞാൻ ചെയ്യുന്ന തന്നെ നീയും ചെയ്താൽ മതി എന്ന് പറഞ്ഞു. സുദേവൻ വേഗം അങ്ങോട്ട് പോയി. പട്ടാളക്കാരും കെട്ട് മറ്റ് ശത്രുരാജ്യത്തെ ഭടന്മാരും കെട്ട് നടന്ന് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കുറച്ച് മുകൾ ഭാഗത്തായിട്ട് അവരും കൂടെ കുറച്ച് കയറി, അതായത് ഒരുപാട് ദൂരെയല്ല, വേഗം അവിടെ പാറയുടെ പർവ്വതത്തിൻ്റെ ഒരു മുകളിലായിട്ടല്ലേ ഇവർ നിൽക്കണേ. വേഗം ഈ സുദേവൻ പോയിട്ട് എന്തു ചെയ്തു, അവിടെ കുറേ ഉണ്ടങ്കല്ലുകൾ കിടക്കുന്നുണ്ടായിരുന്നു. ആ കല്ലുകളിൽ എടുത്തിട്ട് അങ്ങോട്ട് എറിയാൻ തുടങ്ങി. പെട്ടെന്ന് അങ്ങോട്ട് എറിഞ്ഞു. അത് കണ്ടപ്പോൾ നന്ദന് തോന്നി, കൊണ്ടോര് ഒന്നിലെ വീടുമില്ലെങ്കിൽ പുറകെ തിരിഞ്ഞോടും. നന്ദനും അങ്ങോട്ട് എറിയാൻ തുടങ്ങി. അപ്പം മറുവശത്തു കൂടെ വരണവരെയൊക്കെ നന്ദനും എറിഞ്ഞു വീഴ്ത്തി, ഈ വശത്തു കൂടെ വരണവരെയൊക്കെ സുദേവനും എറിഞ്ഞു വീഴ്ത്തി. കുറേ സമയം അവരുടെ കയ്യിൽ കിട്ടിയ കല്ലുകൊണ്ട് രണ്ടുപേരും മുറയ്ക്ക് അങ്ങോട്ട് എറിയ ശത്രുക്കളെ. കയറി വരണവരെ ഇങ്ങോട്ട് കയറിപ്പോൾ എത്തും നമ്മുടെ അടുത്തേക്ക് എന്ന് വരുന്നവരെ അങ്ങോട്ട് എറിഞ്ഞു വീഴ്ത്തും. അങ്ങനെയായി കുറച്ച് നേരം ഒരു അരമണിക്കൂറോളം കല്ലെറ് തന്നെയായിരുന്നു ജോലി. കല്ലെറിഞ്ഞ് ശത്രു സൈന്യത്തെ മുഴുവൻ തിരിച്ചോടിച്ചു. ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ആരും വരാനില്ല. അവരിങ്ങനെ നോക്കി വയ്യാണ്ട ഈ രണ്ടാൾക്കും ഒരു പാറപ്പുറത്ത് രണ്ടുപേരും ഇരുന്നു. ഇനി വരണവരെ കല്ലും പറക്കി കൂട്ടി അവിടെ വച്ചിരുന്നു. ഇനി വരണവർക്കിട്ട് എറിയാനായിട്ട്. അപ്പോൾ ഈ നന്ദൻ സുദേവനോട് ചോദിച്ചു, നിൻ്റെ കയ്യിൽ ആയുധം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ നീ ശത്രുക്കളെ നേരിടാനായിട്ട് എന്നെയും കൂടെ കൂട്ടി വിളിച്ചത്, എന്നിട്ട് ഞാൻ നിൻ്റെ കയ്യിൽ ആയുധമൊന്നും കണ്ടില്ലല്ലോ, ഈ ഉണ്ടങ്കല്ല് വലിച്ചെറിഞ്ഞവരെ തോൽപ്പിക്കാമെന്നാ നീ വിചാരിച്ചേ എന്ന് ചോദിച്ചു. അപ്പം നന്ദൻ അങ്ങനെ ചോദിച്ചപ്പോൾ സുദേവൻ പറഞ്ഞു, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധമല്ല ഈ കല്ലിവിടെ കിടന്നിരുന്നു, ഞാനതെടുത്ത് എറിഞ്ഞു, അത്രയേ ഉള്ളൂ. പക്ഷെ ശത്രുക്കൾ ഇപ്പോൾ തിരിച്ചോടിപ്പോയില്ലോ. ശത്രുക്കൾ പോയി, അത് സത്യം. അതെങ്ങനെയത്? അപ്പോൾ എന്തായിരുന്നു നിൻ്റെ ആയുധം? എൻ്റെ ആയുധം നീ ആദ്യം എന്താ പറഞ്ഞേ? ആയുധപ്പുര വരെ പോയി തിരിച്ച് നമുക്ക് ആയുധം എടുത്തുകൊണ്ട് വരാമെന്നല്ലേ? നമ്മളവിടെ ആയുധപ്പുരയിലേക്ക് പോയിരുന്നെങ്കിൽ ശത്രു സൈന്യം നമ്മുടെ രാജ്യത്തേക്ക് കയറി വന്നേനെ.
അവരെ തോൽപ്പിക്കാനുള്ള ആയുധങ്ങളും പട്ടാളക്കാരും ഒക്കെ വരുന്നതിന് മുമ്പ് അവർ നമ്മളെ ആക്രമിച്ച് തോൽപ്പിച്ചേനെ. ഇതിപ്പോൾ അതുകൂടാതെ കണ്ട് അവരെ നമുക്ക് ഓടിപ്പിക്കാൻ പറ്റി. എന്താ കാരണം? അപ്പോൾ കല്ലായിരുന്നോ നിൻ്റെ ആയുധം എന്ന് വീണ്ടും തന്തം ചോദിച്ചു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം കല്ലൊന്നുമല്ല, സമയം. അവർ കയറി വരണ ആ സമയം ഉണ്ടല്ലോ, അവരിവിടെ കയറി എത്താൻ പാടില്ല. എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തോൽക്കും. അവരെത്തണതിന് മുമ്പ് ആ സമയത്ത് അപ്പം തന്നെ കറക്റ്റായിട്ട് കയറി വരണ വരവില്ല, എന്നെ വലിച്ചെറിയണവരെ ഉണ്ടങ്കല്ല് കൊണ്ട് ഏറി കിട്ടിയവരൊക്കെ പോയാട്ടോ. അപ്പം എന്തായിരുന്നു എൻ്റെ കയ്യിലെ ആയുധം? സമയമാണ് ആയുധം. അതാണ് ഇന്നത്തെ കഥ. ഇന്നത്തെ കഥ നമുക്ക് വിലപ്പെട്ട ആയുധം സമയമാണ്. അതാണ് ഈ കഥയിൽ നിന്ന് പഠിക്കാനുള്ളൊരു ഗുണപാഠം. അപ്പോൾ ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. വിലപ്പെട്ട ആയുധം സമയം. നന്ദി.